ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगण ललिता श्रीविशाखान्वितं स्यात्। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्त काञ्चन गौरांगी राधे वृंदावनेश्वरी शबानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. സോ എല്ലാവർക്കും ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് യഥാരൂപം മൂന്നാമത്തെ അധ്യായം ആദ്യത്തെ ശ്ലോകം മുതൽക്കാണ്. 2 ചാപ്റ്റർ കഴിഞ്ഞു, മൂന്നാമത്തെ അധ്യായം മുതൽക്കാണ് തുടങ്ങുന്നത്. അർജുന ഉവാച ജ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുന ഉവാച ജ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ആരെങ്കിലും റിസൈറ്റ് ചെയ്യോ? ഹരേ കൃഷ്ണ. അർജുനുവാച ജ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ഹരേ കൃഷ്ണ. ഈ അധ്യായം എന്താണ്? കർമ്മയോഗ. ഇതിന്റെ തലക്കെട്ട് കർമ്മയോഗ. അപ്പൊ അർജുനൻ ഇവിടെ ഭഗവാനോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? അർജുന സെഡ്, ഓ ജനാർദ്ദന. ജനാർദ്ദനൻ എന്താണ്? ഭഗവാന്റെ പേര്. ജനാർദ്ദന എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പരിപാലിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. ഓ കേശവ, വൈ ഡു യു വാണ്ട് ടു ടീച്ച് me it is ghastly warfare if you think that intelligence is better than fruitive work. അപ്പൊ ഇവിടെ ജനാർദ്ദന എന്ന് സംബോധന ചെയ്യുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അർജുനൻ ഭഗവാനെ ജനാർദ്ദന എന്നുള്ള പേരോടുകൂടിയാണ് ഇവിടെ സംബോധന ചെയ്യുന്നത്. എന്താണ് കാരണം? യുദ്ധം ചെയ്യുമ്പോ ഒരുപാട് ജനങ്ങള് ഇതാവല്ലേ ചെയ്യണത്, അതാണോ പ്രഭുജി? ഇല്ല, ഓരോ സമയത്തും ഓരോ കോണ്ടെക്സ്റ്റിലും ഭഗവാനെ കേശവ, മധുസൂദന, ജനാർദ്ദന, ഗോപിജന വല്ലഭ പല പല പേരും കൊണ്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പെർട്ടിക്കുലർ റീസൺ ആയിരിക്കും അങ്ങനെ സംബോധന ചെയ്യാൻ. ഇവിടെ അർജുനൻ ഭഗവാൻ കൃഷ്ണനെ ജനാർദ്ദന എന്നുള്ള പേരിൽ സംബോധന ചെയ്യുന്നു. അപ്പൊ എന്താണ് അതിന്റെ റിലവൻസ്? എന്താണ്? ഓ കേശവ എന്നും സംബോധന ചെയ്യുന്നുണ്ട് അല്ലെ? അർജുന വാച്ച ഇവിടെ അവസാനം കേശവ എന്ന് പറയുന്നു, ഇവിടെ ജനാർദ്ദന എന്ന് പറയുന്നു. അപ്പൊ ഇത് ഒരു കാരണമില്ലാണ്ട് ഈ പേരുകൊണ്ട് സംബോധന ചെയ്യില്ല. ജനാർദ്ദന എന്ന് പറഞ്ഞാൽ ഭഗവാൻ ജനങ്ങളെ പാലിക്കുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. ജനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ അങ്ങ് എന്നോട് എന്തിനാണ് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി പറയുന്നത്? അങ്ങ് ജനങ്ങളെ പരിപാലിക്കേണ്ട നാഥനാണ്. ആ അങ്ങ് എന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു കൃത്യത്തിൽ ഉപയോഗിക്കുന്നത്, അതായത് ഇന്നത്തെ കർമ്മത്തിൽ നിയോഗിക്കുന്നത്? അതായത് എന്താണ്? യുദ്ധത്തിന് മറ്റുള്ളവരെ കൊല്ലുക അല്ലെ? ഇവിടെ ഭഗവാൻ
എന്താണ് പരിപാലിക്കുക ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങ് എന്തിനാ ഇങ്ങനെ യുദ്ധത്തില് എന്താണ് പറയുന്നത്? അതും എങ്ങനത്തെ ഗാസ്ലി വാർഫെയർ, ഘോരമായിട്ടുള്ള യുദ്ധം. കേശവ എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം? നല്ല മുടിയുടെ കാര്യമാണോ പ്രഭുജി? എന്താ പറഞ്ഞ? അല്ല, നല്ല രാക്ഷസനെ ഭജിച്ചവൻ. ആരെ ഭജിച്ചവൻ? കേശിദമൻ. കേശിദമൻ, കേശി എന്നുള്ള ഒരു അസുരനെ വധിച്ചുകൊണ്ട് കേശവൻ. അപ്പൊ എന്താണ് അതിന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ, എങ്ങനെ കേശി അസുരനെ വധിച്ചു, അതേപോലെ എന്റെ ഈ സംശയങ്ങളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥനയും കൂടിയാണ് അവിടെ. എന്റെ സംശയങ്ങളും എന്റെ ഈ കൺഫ്യൂഷനും എല്ലാം മാറ്റിത്തരാൻ, ഡിസ്ട്രോയ് ചെയ്യാൻ, നശിപ്പിക്കാൻ. അപ്പൊ അർജുനൻ ചോദിക്കുന്നത്, ഓ ജനാർദ്ദന, ഓ കേശവ, വൈ ഡു യു വാണ്ട് ടു എൻഗേജ് മീ ഇൻ ദിസ് ഗാസ്ലി വാർ? ഈ ഘോരമായിട്ടുള്ള യുദ്ധത്തിൽ എന്തിനാണ് എന്നെ നിയോഗിക്കുന്നത്? ഇഫ് യു തിങ്ക് ദാറ്റ് ഇന്റലിജൻസ് ഇസ് ബെറ്റർ ദാൻ ഫ്രൂട്ടി വർക്ക്. ഭഗവാൻ രണ്ടാമത്തെ ചാപ്റ്ററിൽ, അധ്യായത്തിൽ പറഞ്ഞു, ബുദ്ധിയോഗം കർമ്മയോഗത്തിനേക്കാളും മീതെയാണ് ബുദ്ധിയോഗം. അപ്പൊ കർമ്മയോഗത്തിലേക്കാട്ടിലും ബുദ്ധിയോഗമാണെന്നല്ലെങ്കിൽ എന്തിനാണ് എന്നെ ഇതിന് ഉപയോഗിക്കുന്നതാണ് എന്നാണ് ചോദിക്കാൻ നോക്കാം എന്താണ്. അപ്പോ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ശ്രീകൃഷ്ണ is very elaborately described the constitution of the soul in the previous chapter with a view to delivering his intimate friend Arjuna from the ocean of material grief. എന്താണ് രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സോൾ എന്താണ്? ആത്മാവിന്റെ അസ്തിത്വം. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൽ? എന്താണ് ആത്മാവിന്റെ ആ ദൗത്യം അല്ലെങ്കിൽ അസ്തിത്വം? എന്താണ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആത്മാവിന് മരണമില്ല. ആത്മാവിന്റെ ഒരുപാട് ക്വാളിറ്റീസ് പറഞ്ഞിട്ടുണ്ട് കുറെ ശ്ലോകങ്ങളില്. അതിനെ കൊല്ലാൻ പറ്റില്ല, അതിനെ വെള്ളം കൊണ്ട് നനയ്ക്കാൻ പറ്റില്ല, കാറ്റുകൊണ്ട് പറപ്പിക്കാൻ പറ്റില്ല, അതിനെ കഷ്ണമായിട്ട് ഖണ്ഡിക്കാൻ പറ്റില്ല, ഒരുപാട്. ഓക്കെ, അതിന് ഒരിക്കലും നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ശ്രീകൃഷ്ണ has very elaborately described the constitution of the soul in the previous chapter with a view to delivering the intimate friend Arjuna from the ocean of material. അപ്പോ എന്താണ് അർജുനന്റെ പ്രശ്നം? എന്താണ്? എന്റെ ആൾക്കാരെ ഞാൻ വധിക്കാൻ പോവാണ്. അർജുനൻ പറയുന്നത്, എന്തിനാണ് കൃഷ്ണ, ഓ കേശവ, ഓ ജനാർദ്ദന, ഞാൻ ഇങ്ങനെ ഹിംസ ചെയ്യുന്നത്? എന്താണ് എനിക്ക് ലാഭം? മറ്റുള്ളവരെ, സ്വന്തം ആൾക്കാരെ വധിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? അല്ലെ? അപ്പോ ആ തലത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാണ് ചെയ്തത് രണ്ടാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ കൃഷ്ണൻ. അതായത് ശരീരം വെറും ആവരണമാകുന്നു, അത് നമ്മൾ ഷർട്ട് മാറുന്ന പോലെ മാറിക്കൊണ്ടിരിക്കും. ഇന്ന് നമുക്ക് മനുഷ്യന്റെ ശരീരം അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ മൃഗത്തിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ പക്ഷികളുടെ ആയിരിക്കും. അത് പക്ഷെ ആത്മാവിന് മരണമില്ല എന്നവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോ ഇതാണ് ഭഗവാൻ അർജുനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. എന്ത് തന്നെ യുദ്ധത്തില് ഇന്നല്ലെങ്കിൽ അത് നാളെ അവരുടെ ജീവിതം അവസാനിക്കേണ്ടി വരും. ഓക്കെ, 30 വർഷം, 60 വർഷം, 100 വർഷം, അത് കഴിഞ്ഞാൽ അവർക്ക് ഈ ദേഹം വിട്ടു പോകണം, അല്ലെ? അപ്പൊ അതുകൊണ്ട് ദേഹത്തിനെ നശിപ്പിക്കുന്നുള്ളൂ, ആത്മാവിനെ നശിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിംസിക്കലി നമ്മുടെ ഇഷ്ടപ്രകാരം ഒരാളുടെ ദേഹത്തിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുമോ? നശിപ്പിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസരം വേണ്ടി വന്നാൽ, ഫോർ എക്സാമ്പിൾ ഡിഫൻസിൽ ജോലി ചെയ്യുന്ന ആൾക്കാര്, പോലീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാര്, ഓക്കെ, ശത്രു രാജ്യത്തെ അവര് യുദ്ധം ചെയ്യുമ്പോൾ അവര് വധിക്കപ്പെടുന്നു. അത് അനിവാര്യമാണ്, അത് തെറ്റല്ല. അത് ഒരു ഹയർ അതോറിറ്റി നമുക്ക് അതിന്റെ പെർമിഷൻ തരുമ്പോൾ നമ്മൾ യുദ്ധം ചെയ്യുന്നു, അതിന് മരിക്കപ്പെടുന്നു, അത് കുഴപ്പമില്ല. പക്ഷെ അനാവശ്യമായിട്ട് എനിക്ക് അടുത്ത വീട്ടിലെ ഒരാളോട് ശത്രുത ഉണ്ട്, അയാൾ പോയിട്ട് വധിക്കാൻ പാടുമോ? അപ്പൊ എന്നെ ശിക്ഷിക്കും, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, ആത്മാവാണ് എറ്റേണൽ ആയിട്ടുള്ളത്, അതാണ് റിയൽ സെൽഫ്. ആത്മാവിന് നാശമില്ല, പക്ഷെ ശരീരം മാറിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. ആ യുദ്ധം ചെയ്യുമ്പോൾ മരണം അനിവാര്യമാണ്, അല്ലെങ്കിലും മരണം അനിവാര്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ. അതുകൊണ്ട് എന്തിനാണ് അർജുന നീ വിഷമിക്കേണ്ടത്? നീ ആത്മാവിനെ നശിപ്പിക്കുന്നില്ല, ഈ ശരീരത്തിനെ മാത്രമാണ് നശിപ്പിക്കുന്നത്. അതും തൻ്റെ ദൗത്യം ചെയ്യുന്ന ഇടയിൽ സംഭവിക്കുന്നതാണ്, അല്ലാണ്ട് ശത്രുത കൊണ്ട് ചെയ്യുന്നതല്ല. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ആൻഡ് ദ പാത്ത് ഓഫ് റിയലൈസേഷൻ ഹാസ് ബീൻ റെക്കമെൻഡഡ്. അപ്പൊ ഇവിടെ അർജുനൻ മടിക്കുകയാണ്. എന്താണ് ഭഗവാൻ പറയുന്നത്? ഭഗവാൻ പറയുന്നത് കർമ്മയോഗത്തിനേക്കാളും ബുദ്ധിയോഗം. ബുദ്ധിയോഗം നല്ലതാണെങ്കിൽ ഇന്റലിജൻസ്, ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇവരെല്ലാം ജീവൻ എടുക്കുന്നത് നല്ലതല്ല നമുക്ക് മനസ്സിലാവും. എനിക്ക് മനസ്സിലാവുന്ന അർജുനൻ പറയുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ആളോട് എന്തിനാണ് നിർബന്ധിച്ച് ഇങ്ങനെ ഘോരമായിട്ടുള്ള യുദ്ധത്തില് ഏർപ്പെടാൻ പറയുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ബുദ്ധിയോഗ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് ബുദ്ധിയോഗ? എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിടത്തോളം എന്താണ് ബുദ്ധിയോഗ? എന്താ നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞാൽ മതി. ബുദ്ധിയോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധി കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണോ? അല്ല. ഭഗവാൻ ഇവിടെ ഞാൻ ഒന്നുകൂടി വായിക്കാം ഇവിടെ. ശരീരം ആത്മാവ് ലഹരിയാണ്. ആത്മാവിന് ഒരിക്കലും മരണമില്ല. അപ്പൊ ശരീരം ആചാരിച്ചാൽ ഒരു ഉടുപ്പമാവുന്ന പോലെ അത് പിന്നെ ജീർണിച്ചാല് നമ്മൾ ഉടുപ്പ് മാറ്റുന്ന പോലെ ശരീരം ജീർണാവസ്ഥയിലിരിക്കുക. ശരീരം വിട്ട് ആത്മാവും പോകുന്ന. ആത്മാവിന് ഒരിക്കലും മരണമില്ല. ആത്മാവിനെ ആർക്കാരും കൊല്ലാനോ അത് ഉണങ്ങി കരിയ അങ്ങനെ എന്തും ചെയ്യൂല. അത് നിത്യനാണ്. അത് ഭഗവാന്റെ അംശമാണ്. താങ്ക് യു മാതാജി. ഞാൻ വീണ്ടും ഒന്നുകൂടി വായിക്കാം. ആൻഡ് ദ പാത്ത് ഓഫ് റിയലൈസേഷൻ ഹാസ് ബീൻ റെക്കമെൻഡഡ്. Buddhi Yoga or Krishna consciousness. Sometimes Krishna consciousness is misunderstood to be inertia, and one with such a misunderstanding often withdraws to a secular place to become fully Krishna conscious by chanting the holy name of the Lord Krishna. Buddhi Yoga എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് യോഗ എന്ന് പറഞ്ഞാൽ എന്താ? Connect to God. Connect, linking with the Lord. ഭഗവാനുമായിട്ട് കൂടി ചേരുന്ന യോഗം. നമ്മൾ വെറും കർമ്മം മാത്രമേ ചെയ്യുന്നുള്ളൂ, അതിനെ കർമ്മയോഗ എന്ന് പറയില്ല. അപ്പൊ ഞാൻ എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം, എൻ്റെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കർമ്മമാണ് അല്ലെ? അതിനെ കർമ്മയോഗ എന്ന് പറയുമോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ഞാൻ കർമ്മം ചെയ്യുന്നു, അതേസമയം അതിലത്തെ കുറച്ച് സമയം ഞാൻ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ആ കർമ്മം ചെയ്ത് കിട്ടുന്ന അതിന്റെ ഫലം ഞാൻ ഭഗവാനും കൊടുക്കുന്നു. ഭഗവാന് പലതരത്തിലും സേവ ചെയ്തിട്ടും ചാരിറ്റി കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ഭഗവാന്റെ സേവനം ചെയ്യുന്നു. അപ്പൊ രണ്ടും കൂടി കൂടുമ്പോഴാണ് ബുദ്ധിയോഗ എന്ന് പറയുന്നത്. കർമ്മവും ചെയ്യുന്നുണ്ട്, അത് ഒരു സ്റ്റേജ് മീതെ വീണ്ടും നിഷ്കാമ കർമ്മയോഗ. ഇപ്പൊ അവിടെ ഞാൻ കർമ്മം ചെയ്യുന്നുണ്ട്, എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ഞാൻ കർമ്മം ചെയ്യുന്നുണ്ട്. അതേസമയം എനിക്ക് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ സേവയും ചെയ്യുന്നുണ്ട്, ചാരിറ്റി കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് സേവ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഒന്നും ആഗ്രഹിക്കാണ്ട്. അപ്പോൾ ഞാൻ കർമ്മം ചെയ്യുന്നു, അതേ സമയത്ത് മറ്റുള്ള ഭക്തിയുത സേവനത്തിലും ഞാൻ ഏർപ്പെടുന്നു. അപ്പൊ അത് രണ്ടും കൂടി കൂടുമ്പോഴാണ് യോഗ ആവുന്ന യോഗ. അപ്പൊ അവിടെ യോഗ വന്നു. ഭഗവാനായിട്ടുള്ള യുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഭഗവാന്റെ സേവനത്തിലും ഏർപ്പെടുന്നു. മറ്റു വെറും കർമ്മം ചെയ്യുമ്പോൾ എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ അത് കർമ്മയോഗമല്ല, വെറും കർമ്മമാണ്. അതാണ് നമ്മൾ കർമ്മകാണ്ഡീസ് എന്ന് പറയുന്നത്. അതായത് തൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവരെ കർമ്മകാണ്ഡീസ്. അവിടെ യോഗമില്ല. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്തിയുത സേവനം കൂടി ചെയ്തിരിക്കണം. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യണം, ഭക്തി. അതാണ് ഇവിടെ ഭഗവാൻ അർജുനൻ പറയുന്നത്. നീ തൻ്റെ കർമ്മം ചെയ്യണം, അതൊന്നും ഓടി പോകാൻ പാടില്ല. പക്ഷെ അതേസമയം ആ കർമ്മം ഭഗവാന്റെ പ്രീതിക്കും വേണ്ടി ആവണം. അപ്പൊ അത് കർമ്മയോഗം, അല്ലെങ്കിൽ അത് ബുദ്ധിയോഗം. അതാണ് ഇവിടെ ബുദ്ധിയോഗ ഓർ കൃഷ്ണ കോൺഷ്യസ്നെസ് പറയുന്നത്. ഭഗവാന്റെ അതായത് കർമ്മയോഗ ഇൻ കൃഷ്ണ കോൺഷ്യസ്നെസ്. നമ്മൾ കർമ്മം ചെയ്യുന്നത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി കൂടി ആയിരിക്കണം.
ക്ഷത്രിയൻ എന്ന നിലയിൽ അർജുനൻ കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥനാണ്, ക്ഷത്രിയന്റെ ഡ്യൂട്ടി ചെയ്യാൻ. പക്ഷെ അത് തൻ്റെ ഇന്ദ്രിയ തൃപ്തിക്കാവരുത്, ഭഗവാന്റെ പ്രീതിക്കായിട്ട് ചെയ്യണം എന്നാ പറയുന്നത്. അതിനാണ് കർമ്മയോഗ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബുദ്ധിയോഗ എന്ന് പറയുന്നത്. അപ്പൊ പ്രഭുജി ബുദ്ധിയോഗയും കർമ്മയോഗയും സെയിം ആണോ? അല്ല, കർമ്മയോഗ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് ബുദ്ധിയോഗ. ഓക്കെ ഓക്കെ ഓക്കെ, അത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ഭഗവാന്റെ പ്രീതിക്ക് അല്ലാണ്ട് ഇപ്പൊ എന്റെ പ്രീതി, എന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഭഗവത് സേവനം ചെയ്യാം. അപ്പൊ നമ്മള് ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയുമോ, നല്ലൊരു ഡിവോട്ടി, എന്നും ഡെയിലി ആ ആള് അമ്പലത്തിൽ പോകുന്നുണ്ട്, നല്ലൊരു ഡിവോട്ടിയെ പറയും, നമ്മൾ പൊതുവെ പറയും. പക്ഷെ അദ്ദേഹം പോകുന്ന ഡെയിലി ഓരോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ്, ഓരോന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിവോട്ടിയാണോ ശരിക്കും? ആക്ച്വലി ശരിക്കും നോക്കുമ്പോൾ ഡിവോട്ടി അല്ല, പക്ഷെ ഡെയിലി പോകുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് നല്ല ജോലി വേണം, എനിക്ക് നല്ല സന്താനങ്ങൾ വേണം, എനിക്ക് നല്ല കാറ് വേണം. ഇതോ ഓരോന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ സാധാരണ ഉണ്ടോ ആ ഡിവോട്ടി, നല്ലൊരു ഡിവോട്ടിയാണ്, ഡെയിലി അമ്പലത്തിൽ പോകുന്നുണ്ട് അല്ലെ. അപ്പോ അവിടെ ഭഗവാന് വേണ്ടിയിട്ട് പോകുമ്പോൾ കർമ്മയോഗ ആൻഡ് കൃഷ്ണ കോൺഷ്യസ്നസ്. മറ്റത് കർമ്മയോഗ അവനവന്റെ ആ കർമ്മം ചെയ്യുന്ന, അതായത് ഭക്തിയുത സേവനം ചെയ്യുന്നതും അവനവന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാനെ സേവിക്കുന്നുണ്ട്, പക്ഷെ ആവശ്യം എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ്? ഇന്ദ്രിയ തൃപ്തി. അപ്പൊ അവിടെ ബുദ്ധിയോഗ എന്ന് പറഞ്ഞാൽ കർമ്മ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. ആ കർമ്മം ചെയ്യുന്ന ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്. അപ്പോഴേ കൃഷ്ണ കോൺഷ്യസ് ആവുള്ളൂ. ഭക്തിയുത സേവനം ചെയ്യുന്നു പറയുന്ന ആരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ പ്രീതിക്ക്. ഞാൻ ഭക്തി ചെയ്യുന്നു എന്റെ ബെനിഫിറ്റിന് വേണ്ടിയാണെങ്കിൽ അത് ഭക്തിയല്ല, അത് ബിസിനസ്സാ അല്ലേ. ഞാൻ അമ്പലത്തിൽ പോകുന്നു, 10 രൂപ ഉണ്ടിയിലിടുന്നു, എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് നാളത്തെ ലോട്ടറിയിൽ 1 ലക്ഷം കിട്ടണേ, അല്ലെങ്കിൽ 1 കോടി കിട്ടണേ പ്രാർത്ഥിക്കുന്നു. അത് ഭക്തിയാണോ, അത് ബിസിനസ്സാണോ? അത് ബിസിനസ് അല്ലേ. അപ്പൊ ഭഗവാൻ അതല്ല ഇവിടെ ആഗ്രഹിക്കുന്നത്. തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മരൻ യുദ്ധ്യച എന്ന് പറയുന്നത്. എന്നെ സ്മരിച്ചുകൊണ്ട് തന്റെ കടമ, തന്റെ ദൗത്യം നിറവേറ്റാൻ വേണ്ടി പറഞ്ഞത്. എന്താണ് അർജുനന്റെ കടമ? ക്ഷത്രിയനായതുകൊണ്ട് യുദ്ധം ചെയ്യണം, എവിടെ ആവശ്യം വരുന്നോ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണം ക്ഷത്രിയൻ. അപ്പൊ അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു വരുന്നത്, ബുദ്ധിയോഗ ഓർ കൃഷ്ണ കോൺഷ്യസ്നസ്. അപ്പോ സംടൈംസ് കൃഷ്ണ കോൺഷ്യസ്നസ് ഇസ് മിസ്അണ്ടർസ്റ്റുഡ് ടു ബി ഇനേഷ്യ. അപ്പൊ ചില ആൾക്കാർ ചില സമയത്ത് വിചാരിക്കും കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ഇല്ലാണ്ട് നമ്മള് ഭജിക്കുക, ഭുജിക്കുക. അതല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കുന്നു കൃഷ്ണ കോൺഷ്യസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ ഡിവോട്ടീസ്. രാത്രി ഉറങ്ങുമ്പോൾ 10 മണിയൊക്കെ ആവും. അത്രയും അവർ സേവനം ചെയ്യാണ് ഭഗവാന്റെ ഇതിന് വേണ്ടിയിട്ട്. ചില ആൾക്കാർ നിങ്ങൾക്ക് എന്താ, ചാൻഡ് ചെയ്യുക, കീർത്തനം ചൊല്ലുക, പ്രസാദം കഴിക്കുക, ഇതൊക്കെയല്ല, ഇതല്ല ജോലിയോട് പറയും. അവരുടെ ജീവിതം അവർക്ക് അറിയാം. 3 മണിക്ക് എഴുന്നേറ്റാൽ, രാവിലെ 3-3:30 എഴുന്നേറ്റാൽ, ശരിക്കുള്ള ഡിവോട്ടീസിന്റെ കാര്യം പറയണത്. ക്ഷേത്രത്തിൽ അമ്പലമൊക്കെ ബ്രഹ്മചാരികളും ഫുൾ ടൈം ഡിവോട്ടീസൊക്കെ രാവിലെ 3-3:30 എഴുന്നേറ്റാൽ രാത്രി 10 മണി, 9-10 മണി, 10:30 മണിക്കൊക്കെയാണ് അവർ ഉറങ്ങുന്നുള്ളൂ. അത്രയും ഫുൾ ടൈം അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇനേഷ്യാണോ, വെറുതെ ആക്ടിവിറ്റി ഇല്ലാതിരിക്കുകയാണോ? അല്ല. ചില ആൾക്കാർ വിചാരിക്കും ഇവർക്ക് തൊഴിലൊന്നുമില്ല, ഇവരിങ്ങനെ നാമം ജപിച്ച് നടക്കുന്നുണ്ട്, ഇവർക്ക് എന്താ തൊഴിലെന്ന് വിചാരിക്കും. പക്ഷെ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാളും എത്രയോ ഇരട്ടി അവർ ജോലി ചെയ്യുന്നുണ്ട്. ജോലി വെച്ചാൽ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയെന്ന് മാത്രം. മറ്റേ ആള് ചെയ്യുന്നത് സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക്. അപ്പൊ ഈ തെറ്റിദ്ധാരണ പാടില്ല എന്ന് പറയുന്നത്. സംടൈംസ് കൃഷ്ണ കോൺഷ്യസ്നസ് മിസ്അണ്ടർസ്റ്റുഡ് ടു ബി ഇനേഷ്യ. ഇനേഷ്യ പറഞ്ഞാൽ വിതൗട്ട് എൻ ആക്ടിവിറ്റി, ഒരു ജോലി ഇല്ലാണ്ടിരിക്കണം. ആൻഡ് വൺ വിത്ത് സച്ച് എ മിസ്അണ്ടർസ്റ്റാൻഡിങ് often withdraws to a secluded place to become fully Krishna conscious by chanting the holy name of the Lord Krishna. എന്താണ് പ്രഭുപാദ് ഇവിടെ പറയാൻ കാരണം? അർജുനനും ആ തലത്തിലായിരുന്നു. അതായത് ഞാൻ ഇതൊക്കെ വിരമിച്ച് കാട്ടിൽ പോയിട്ട് നാമം ജപിച്ച് ഭഗവാന്റെ ധ്യാനം ചെയ്തിട്ട് ഇരിക്കാം. അപ്പൊ അർജുനൻ അങ്ങനെ വിചാരിച്ചിരുന്നു. എന്തിനാണ് അനാവശ്യമായിട്ട് യുദ്ധത്തിലേക്ക് ഏർപ്പെടുന്നത്? ഞാൻ വിരമിക്കാൻ വിടുന്ന,
പോയിട്ട് നാമം ജപിച്ചിട്ട് ഭഗവാനെ ധ്യാനിച്ചിരിക്കാം ഒന്നും ചെയ്യാതെ. അതുകൊണ്ടാണ് ഇവിടെ പ്രഭാത വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ അർജുനനും ഉണ്ടായിരുന്നു. ഒരു സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ആരുടെയും ശല്യമില്ലാണ്ട് ഒരു സെക്യൂർഡ് പ്ലേസിൽ പോയിട്ട് ഭഗവാനെ ധ്യാനിച്ചിരിക്കുക. അതല്ല കൃഷ്ണ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ 24 hours he is doing activity for the pleasure of the Lord. So, but without being trained in the philosophy of Krishna consciousness, it's not advisable to chant the holy name of Krishna in a secluded place. അതായത് നമ്മൾ ശരിക്കുള്ള ട്രെയിനിങ് കിട്ടാതെ നമ്മൾ ഇതെന്നെല്ലാം വിരമിച്ച് കാട്ടിലോ അല്ലെങ്കിൽ ദൂരസ്ഥലത്ത് പോയിട്ട് ഈ നാമം ജപിച്ചിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്താണ് അതിൽ റിസ്ക്? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇതെല്ലാം വിട്ടിട്ട് കാട്ടിൽ പോയിട്ട് ജപിച്ചിരിക്കാനുള്ള പ്ലാനിൽ പോവുകയാണ് ഇവിടുന്ന് ഇട്ടിട്ട്. അതിലെന്താണ് റിസ്ക്? എന്തുകൊണ്ടാണ് ചെയ്യാൻ പാടില്ല? ഞാൻ നമ്മള് കർമ്മം, നമ്മുടെ ഡ്യൂട്ടീസ് നമ്മൾ മറക്കാൻ പാടില്ല. ഓക്കെ, എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഏകദേശം എല്ലാ റെസ്പോൺസിബിലിറ്റിയൊക്കെ അവസാനിച്ചു. മക്കളൊക്കെ കല്യാണം കഴിച്ചു, അവരൊക്കെ സെറ്റിലായി, അവരവരുടെ പ്രാപ്തിയായി. ഇപ്പൊ എനിക്ക് ഇപ്പൊ വലിയ റെസ്പോൺസ്, ഇപ്പൊ എനിക്കും എൻ്റെ ബിസിനസ്സിനും രണ്ടുപേർക്കും ഇവിടുന്ന് പോവാം, ഫുള്ളി എൻഗേജ് ചെയ്യാം. എന്തുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല? വെറുതെ പോയിട്ട് നിശബ്ദമായിട്ട് ജപിച്ചിട്ടൊരു കാര്യമില്ല. അവരാന് വിധിച്ച കർമ്മ വെച്ചാൽ ഭഗവാന്റെ സേവനം ചെയ്യാച്ചാൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമായിട്ട് കൂടുതൽ ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ മറ്റുള്ളവരും കൂടെ ശ്രമിക്കാച്ചാൽ അതിലൊരു കാര്യമുണ്ട്. അല്ലാണ്ട് വെറുതെ പോയിട്ട് അവിടെ ഇരുന്നിട്ട് നാമം ചൊല്ലിയിട്ട് അല്ല, നാമം ചൊല്ലിയിട്ട് ഇരിക്കുന്നത് വളരെ നല്ല കാര്യമല്ലേ? നാമം ഭഗവാൻ 24 മണിക്കൂർ നാമം ചൊല്ലിയിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ? പറ്റുമോ? പറ്റില്ല. എനിക്ക് അതിന് പറ്റില്ല. ആ തലത്തിലേക്ക് ഞാൻ വളർന്നിട്ടില്ല. എപ്പോഴും എനിക്ക് മറ്റുള്ളവരായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഞാൻ പോയില്ല. അപ്പോൾ ഞാൻ പക്വത ഇല്ലാണ്ട് ഞാൻ അങ്ങനെ ചെയ്താൽ ഒരു ദിവസം 2 ദിവസം ഇരിക്കും, അത് കഴിഞ്ഞാൽ തിരിച്ചു വരും. എനിക്ക് ആ പക്വത എത്തിയിട്ടില്ല, മെച്യൂരിറ്റി എത്തിയിട്ടില്ല. പറഞ്ഞു മനസ്സിലായോ? എനിക്ക് ആ പക്വത വരാത്തതുകൊണ്ട് ഞാൻ തലത്തിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സന്യാസി ഇതെല്ലാം റിനൗൺസ് ചെയ്ത് ത്യജിച്ചിട്ട് ആ തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 24 മണിക്കൂറും അദ്ദേഹത്തിന് നാമം ജപിച്ച്, എനിക്ക് 24 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ ഞാൻ നാമം ജപിച്ചാൽ പിന്നെ ഞാൻ ടയർഡായി, എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം. ആ നാമരുചി എനിക്ക് ഡെവലപ്പ് ചെയ്തിട്ടില്ല. 24 മണിക്കൂറും നാമരുചിയോടുള്ള ഒരു ആസക്തി വന്നിട്ടില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പിടിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല, നാമം ജപിക്കാൻ പറ്റില്ല. വി വാണ്ട് വെറൈറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ ആ മെച്യൂരിറ്റി എത്താതെ നമ്മൾ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. ഇവിടെ എന്താണ് അർജുനനും പറ്റിയത്? അതാണ്. അർജുനന് ആ തലത്തിൽ ചിന്തിക്കാനേ പറ്റില്ല. കാരണം അർജുനൻ ഒരു ക്ഷത്രിയനാണ്. അദ്ദേഹം ഭിക്ഷ യാചിച്ച് ജീവിക്കാൻ പറഞ്ഞിട്ട് കാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിക്കുക, എന്തെങ്കിലും അനീതി കണ്ടാൽ ഇമ്മീഡിയറ്റ്ലി അർജുനൻ എന്തായി? കോപം വരും. ക്ഷത്രിയനാണ്, ഉടനെ അറ്റാക്ക് ചെയ്യും, അയാളെ കൊല്ലും. അപ്പൊ ഇവിടെ സന്യസിക്കാൻ പോയിന്ന ആള് ഇവിടെ ഒരാളെ വധിക്കും എന്തെങ്കിലും അനീതി കണ്ടാൽ. അപ്പൊ അതിന് അദ്ദേഹം സന്യസിക്കാനുള്ള തലത്തിൽ എത്തിയിട്ടില്ല എന്നർത്ഥം. ആ മെച്യൂരിറ്റി അവർക്ക് എത്തിയിട്ടില്ല, ആ ഒരു ലെവലിലല്ല. അതുകൊണ്ട് നമ്മൾ മെച്യൂറായ മാത്രമേ നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പോയാലും ഒരു ദിവസം 2 ദിവസമൊക്കെ ഇരിക്കും, അത് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. കാരണം നമ്മൾ ഇത്രയും കാലം ഫാമിലി ആയിട്ട് ജീവിച്ചിട്ട് പല അറ്റാച്ച്മെന്റും ഇതൊക്കെ ആയിട്ട്, അപ്പൊ നമുക്ക് കുറച്ചൊക്കെ നേരം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ പിടിച്ചിക്കാം, അല്ലാണ്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ആ തലത്തിലേക്ക് ഉയർന്ന് തീർച്ചയായിട്ടും നമുക്ക്, അതാണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത്. ബട്ട് വിത്തൗട്ട് ബീങ് ട്രെയിൻഡ്, നമുക്ക് ആ ട്രെയിനിങ് ഇല്ല, പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാണ്ട് നമ്മളുടെ മനസ്സും നമ്മളുടെ ശരീരവും അതിന് യെസ് നൗ ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ലീവ് ആൻഡ് ഐ ക്യാൻ ഡു ഇറ്റ്. അങ്ങനെ ഒരു സ്ഥിതി വരുന്നവരെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല, അതിന് തയ്യാറല്ല. അതാണ് ഇവിടെ പറയുന്നത്, വിത്തൗട്ട് ബീങ് ട്രെയിൻഡ് ഇൻ ദ ഫിലോസഫി ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു ചാന്റ് ദ ഹോളി നെയിം ഓഫ് കൃഷ്ണ ഇൻ എ സെക്ലൂഡഡ് പ്ലേസ്. അത് വിലക്കാണ് ചെയ്തിരിക്കുന്നത്.
where one may acquire only cheap adoration from the innocent public. കുറച്ച് കാലം കഴിഞ്ഞാൽ അത് നമ്മൾ മറ്റുള്ളവരുടെ ആ ഒരു അഡോറേഷന് വേണ്ടിയിട്ട്, അപ്രീസിയേഷന് വേണ്ടി നമ്മൾ ചെയ്താലും നമുക്ക് അത് ലാസ്റ്റ് ചെയ്യില്ല. ഇറ്റ്സ് നോട്ട് ലോങ് ലാസ്റ്റിംഗ്. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് 10 കൊല്ലം 9-10 കൊല്ലത്തെ നവദ്വീപിൽ പോയിട്ട് കുടിലെ വെറും ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലി ജീവിച്ചു. നമുക്ക് പറ്റും അങ്ങനെ? 10 കൊല്ലം. എന്നിട്ടാണ് കൽക്കത്തയിൽ വന്ന് അദ്ദേഹം ഗൗഡിയ മിഷൻ സ്പ്രെഡ് ചെയ്ത് 64 ഗൗഡിയ മഠങ്ങൾ സ്ഥാപിച്ചു. അതായത് വളരെ ഫിയേഴ്സ്ഫുൾ ആയിട്ടുള്ള സ്പ്രീച്ചിങ് ആക്ടിവിറ്റീസ് തുടർന്നു അവിടെ. കാരണം ആ നാമത്തിന്റെ ബലത്തിലാണ്. അത്രയും ആ ഒരു തപോബലം അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ അതിനുള്ള ആ തലത്തിൽ അദ്ദേഹം ഉയർന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ തലത്തിലേക്ക് ഉയരാണ്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അങ്ങനെ ചെയ്യാൻ പോയാൽ ഇറ്റ് വിൽ നോട്ട് ലാസ്റ്റ് ലോങ്. അതാണ് ഇവിടെ അർജുനനും അത് ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത് ഭഗവാൻ. Okay, so where one may require only cheap adoration from the innocent public. Arjuna also thought of Krishna consciousness or Buddhi Yoga or intelligence in spiritual advancement of knowledge as something like the retirement from active life and the practice of penance and austerity at a sacred. അപ്പൊ അർജുനനും ഇതേപോലെ, അതായത് എന്താണ് കൃഷ്ണ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബുദ്ധിയോഗ അല്ലെങ്കിൽ സ്പിരിച്വൽ അഡ്വാൻസ് പറഞ്ഞാൽ ഇതെല്ലാത്തിൽ നിന്നും വിരമിച്ച് നമ്മളുടെ ദൗത്യങ്ങളെല്ലാം വിട്ട് കാട്ടിൽ പോയിട്ട് ജപിച്ചിരിക്കുക എന്നുള്ളതാണ് അർജുനന്റെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത്. അതല്ല, നമ്മൾ ഏത് ആശ്രമത്തിൽ ഇരുന്നാലും ശരി, ഏത് വർണ്ണത്തിൽ ഇരുന്നാലും ശരി, നമുക്ക് അവിടെ നമുക്ക് ഈ ഭക്തിയുത സേവനത്തിൽ നിയുക്തമായിട്ട് ഇരിക്കാൻ പറ്റും. കാര്യം നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് വിട്ട് ഓടി പോകേണ്ട ഒരു ആവശ്യമില്ല. അതിനുള്ള ആ ഒരു പക്വത നമുക്ക് വന്നാൽ നമുക്ക് ചെയ്യാം. അതിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഏത് ഗൃഹസ്ഥാശ്രമത്തിലാണെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നിട്ട് നമുക്ക് ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റും. നമ്മൾ കാട്ടിൽ പോയി ഇരിക്കേണ്ട ആവശ്യമില്ല. ബ്രഹ്മചര്യ ആണെങ്കിൽ ബ്രഹ്മചര്യ ആശ്രമത്തിൽ ഇരുന്നിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഗൃഹസ്ഥാശ്രമത്തിലും വാനപ്രസ്ഥം പറഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ സമയം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് സേവനം ചെയ്തിരിക്കുക. നമ്മൾ സെക്യൂരിറ്റി പ്ലേസ് പോകണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഇവിടെ സമൂഹത്തിലിരുന്ന് നമുക്ക് സേവ ചെയ്യാം. പക്ഷെ നമ്മൾ ഇവിടുന്ന് വിട്ടുപോയിട്ട്, അസോസിയേഷൻ വിട്ടുപോയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് അവനെ ജീവിക്കണമെങ്കിൽ ആ പക്വത നമുക്ക് വന്നിട്ടുണ്ടായിരിക്കണം. അല്ലാണ്ട് നമ്മൾ പോകാൻ പാടില്ല. Okay, so this here. So in other words, he wanted to skillfully avoid the fighting by using Krishna consciousness as an excuse. അർജുനൻ വളരെ ടാക്ട്ഫുള്ളി ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോക്കം മാറാൻ ആഗ്രഹിക്കുന്നു, കൃഷ്ണ കോൺഷ്യസിന്റെ മറവില്. അത് തെറ്റാണെന്നാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത്. ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി ക്ഷത്രിയന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. ക്ഷത്രിയന്മാർ ഏത് ഗുണത്തിലുള്ള ആൾക്കാരാണ്? ഏത് ഗുണത്തിന്റെ അധീനത്തിലാണ് ക്ഷത്രിയന്മാര്? രജോഗുണം. യെസ്, രജോഗുണത്തിൽ എന്താണ് പ്രിഡോമിനന്റ് ആയിട്ട്? ദേഷ്യം, അല്ലേ? രജോഗുണത്തില് ദേഷ്യം മുമ്പിൽ ഉണ്ടായിരിക്കും രജോഗുണമുള്ള ആൾക്കാർക്ക്. ഇവിടെ അർജുനൻ എവിടെയെങ്കിലും അനീതി കണ്ടാൽ ഉടനെ ദേഷ്യം വരും. അപ്പൊ എങ്ങനെ അവിടെ കാട്ടിൽ പോയിട്ട് എന്താ പറയാ ധ്യാനിക്കാൻ പറ്റുക അർജുനന്? പറ്റില്ല. അതാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്, നടക്കില്ല. അല്ലെ? നമുക്ക് അതായത് രജോഗുണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു ഗുണമാണ്. അതിന് നമുക്ക് ദേഷ്യം പെട്ടെന്ന് വരും, അഗ്രസീവ് ആയിരിക്കും. സത്വഗുണത്തിലെ ആൾക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരില്ല. സത്വഗുണത്തിലെ ആൾക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് അനാവശ്യമായിട്ട് ദേഷ്യം വരില്ല. ഇവിടെയും അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും ഒക്കെ ദേഷ്യം വരും രജോഗുണത്തില്. മറ്റത് ഇവിടെ ദേഷ്യം വരുന്നത് തമോ ഗുണത്തിൽ എങ്ങനെയായിരിക്കും? അത് മുഴുവനും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ദേഷ്യമായിരിക്കും. ആ ദേഷ്യം സ്വന്തം നശിക്കും, മറ്റുള്ളവരെ നശിപ്പിക്കും.
സോ അപ്പൊ അർജുനൻ ഇവിടെ കൃഷ്ണ കോൺഷ്യസ് ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണ് യുദ്ധം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. So, but as a sincere student, he placed the matter before his master and questioned Krishna as to his best course of action. അപ്പോൾ ഇവിടെ അർജുനൻ ഒരു നല്ലൊരു വിദ്യാർത്ഥിയാണ്, നല്ലൊരു ശിഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് തൻ്റെ മാസ്റ്ററോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്, എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ചോദിക്കുകയാണ് ഭഗവാൻ കൃഷ്ണനോട് അർജുനൻ. അതാണ് നല്ലൊരു ശിഷ്യൻ. നമുക്ക് കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നമ്മളുടെ മെന്ററോട്, കൗൺസിലറോട്, നമ്മളുടെ ഗുരുക്കന്മാരോട് ചോദിക്കണം. അതാണ് ഇവിടെ അർജുനൻ കൃഷ്ണന് മുമ്പിൽ ഈ ചോദ്യം വെച്ചു കൊടുക്കുന്നത്. Okay. As a sincere student. In answer, Lord Krishna elaborately explained Karma Yoga or work in Krishna consciousness in this third chapter. അപ്പോൾ കർമ്മയോഗ എന്ന് പറഞ്ഞാൽ വർക്ക് ഇൻ കൃഷ്ണ കോൺഷ്യസ്നെസ്. അപ്പോഴേ യോഗ ആവുന്നുള്ളൂ. യോഗ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദൗത്യം ചെയ്തിട്ട് ഭഗവാനായിട്ട് ലിങ്ക് ചെയ്യുക. വെറും നമ്മളുടെ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മത്തിന് കർമ്മയോഗ എന്ന് പറയില്ല. അത് കർമ്മം. അദ്ദേഹം ഒരു കർമ്മിയാണെന്ന് പറയും, അവിടെ യോഗം പറയുന്നില്ല. പക്ഷെ കർമ്മയോഗ മീൻസ് കർമ്മയോഗ ഇൻ കൃഷ്ണ കോൺഷ്യസ്നെസ് ഓർ വർക്ക് ഇൻ കൃഷ്ണ കോൺഷ്യസ്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക, ഗുണത്തിന്റെയും എന്താ പറയുക, വർണ്ണത്തിന്റെയും ആശ്രമത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക. അതേസമയം അതെല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. അപ്പൊ അതിന് കർമ്മയോഗ ഇൻ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്ന് പറയും. ഓക്കെ, സോ ക്ലിയർ? എന്തെങ്കിലും സംശയങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ പോവാം. നമ്മൾ സെക്കൻഡ് ശ്ലോകത്തിൽ പോവാം. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയ ശിവാമേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹം ആപ്നുയാം. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയ ശിവമേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹം ആപ്നുയാം. ആരെങ്കിലും റിസൈറ്റ് ചെയ്യോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതി വാസുദേവായ. വ്യാമിത്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ വായിക്കുക ആരെങ്കിലും? ഹരേ കൃഷ്ണ. ശിലപ്രഭാത്. ദ്വയാർത്ഥങ്ങളുള്ള ഉപദേശങ്ങളാൽ അങ്ങ് എന്റെ ബുദ്ധിയെ അമ്പരിപ്പിക്കുന്നു. എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായത് എന്തെന്ന് തീർത്തു പറഞ്ഞു തരൂ. ഹരേ കൃഷ്ണ. ഹരിബോൾ. അർജുനൻ ടോട്ടലി കൺഫ്യൂഷൻ ആയി. എന്താണ് ഭഗവാൻ പറയുന്നത്? കർമ്മം ചെയ്യണം, ബുദ്ധിയോഗം ചെയ്യണം, അത് ചെയ്യണം, എല്ലാം കൂടി. അതാണ് എന്താണ് ദ്വയാർത്ഥം അല്ലെ? ഈക്വോക്കൽ ഇൻസ്ട്രക്ഷൻസ്. ചില സമയത്ത് നമ്മൾ ടോട്ടലി കൺഫ്യൂഷൻ ആയ സമയത്ത് നമ്മളുടെ വേണ്ടപ്പെട്ട ആൾക്കാരോട്, നമ്മുടെ കൂട്ടുകാരനോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോട് ചോദിക്കാൻ, ഈ ഇങ്ങനത്തെ ഒരു പരിസ്ഥിതിയിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്, ക്ലിയർ ആയിട്ട് പറഞ്ഞു തരൂ, എന്നോട് എന്നെ ഉപദേശിക്കൂ അല്ലെ? നമ്മൾ ടോട്ടലി ഡിലമയിലാണ്, കൺഫ്യൂഷനിലാണ്. അപ്പൊ അവരെന്തെങ്കിലും കൺഫ്യൂഷനായിട്ട് അവർ നമ്മളെ കൂടുതൽ കൺഫ്യൂഷൻ ആക്കുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട, ക്ലിയർ ആയിട്ട് പറയും, ഇത് ചെയ്യണോ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം. അതേപോലെ കൺഫ്യൂഷൻ, അട്ടർ കൺഫ്യൂഷനാണ് ഇവിടെ അർജുനൻ. ഈക്വോക്കൽ ഇൻസ്ട്രക്ഷൻ, അതും ശരി ഇതും ശരി, ഓക്കെ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് കൃഷ്ണൻ അർജുനോട് പറയുന്ന കാര്യങ്ങൾ. കർമ്മയോഗത്തിനെ പറ്റി പറഞ്ഞു, പിന്നെ ബുദ്ധിയോഗം എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കൃഷ്ണ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താണ് ശരിക്കും ഞാൻ ചെയ്യേണ്ടത്, എന്താണ് എനിക്ക് നല്ലത്, എനിക്ക് നന്മ വരുന്നത് എന്താണ്, അതൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ അർജുനൻ ചെയ്യുന്നത്. കാരണം അർജുനൻ ഇവിടെ വളരെ കൺഫ്യൂഷനായി. ആദ്യം കർമ്മം ചെയ്യാൻ പറയണു, ഓക്കെ, പിന്നെ പറയണു ബുദ്ധിയോഗ, എല്ലാം കൂടി കൺഫ്യൂഷനായി അർജുനൻ.
അപ്പൊ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും ഞാൻ എന്ത് ചെയ്യണം, എന്താണ് എൻ്റെ ജീവിതത്തിന് നന്മ തരുന്നത് എന്താണ് അന്ന് ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടി പറയാം. സോ ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ ആസ് എ പ്രിലൂഡ് ടു ദ ഭഗവത് ഗീത മെനി ഡിഫറെന്റ് പാത്സ് വർ എക്സ്പ്ലെയിൻഡ്. പല പാത്സും അതായത് സെക്കൻഡ് ചാപ്റ്ററിൽ ഒരു സമ്മറി ആണല്ലോ. അപ്പൊ അതിൽ കർമ്മയോഗവും ഭക്തിയോഗയും ഒക്കെ എല്ലാം ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കേട്ട ഡിഫറെന്റ് പാർട്സ് കേട്ടപ്പോൾ അർജുനന് കൺഫ്യൂഷനായി. സച്ച് ആസ് സാഖ്യയോഗ, ഭക്തിയോഗ, കൺട്രോൾ ഓഫ് സെൻസസ് ബൈ ഇന്റലിജൻസ്, വർക്ക് വിതൗട്ട് ഫ്രൂട്ടീവ് ഡിസയർ ആൻഡ് ദ പൊസിഷൻ ഓഫ് നിയോഫൈറ്റ്. ഇതെല്ലാം ടച്ച് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ചാപ്റ്ററിൽ. സാഖ്യയോഗ, ബുദ്ധിയോഗ, സെൻസസ് കൺട്രോളിൽ നിന്ന് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട്, പിന്നെ ആഗ്രഹങ്ങൾ, ഭൗതിക തലത്തിൽ ആഗ്രഹങ്ങളില്ലാണ്ട് ഭക്തി ചെയ്യുക. ഓക്കെ, പിന്നെ പൊസിഷൻ ഓഫ് നിയോഫൈറ്റ്, തുടക്കക്കാരുടെ ആ പൊസിഷൻ, ഇതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അർജുനൻ ആൾക്ക് കൺഫ്യൂഷനായി. അതുകൊണ്ടാണ് അർജുനൻ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത്, എനിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം, എന്താണ് എൻ്റെ ആത്മാവിന് നന്മ കിട്ടുന്നത്, അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ ദിസ് വാസ് ഓൾ പ്രസന്റഡ് അൺസിസ്റ്റമാറ്റിക്കലി. സിസ്റ്റമാറ്റിക്കലി അല്ല എന്ന് പറഞ്ഞ്. ഓക്കെ, ഓരോ സന്ദർഭം വരുമ്പോൾ ഭഗവാൻ ഓരോ കാര്യത്തെ പറ്റി പറഞ്ഞു കൊടുത്തു. സിസ്റ്റമാറ്റിക്കൽ അല്ല. എ മോർ ഓർഗനൈസ്ഡ് ഔട്ട്ലൈൻ ഓഫ് ദ പാത്ത് വുഡ് ബി നെസസറി ഫോർ ആക്ഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടും. അർജുന therefore wanted to clear up these apparently confusing matters so that any common man could accept them without misinterpretation. അപ്പൊ അർജുനൻ ചോദിക്കുന്ന കാര്യങ്ങൾ സാധാരണ ജനങ്ങൾക്കും പബ്ലിക്കിനും വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നമുക്കെല്ലാം ഈ ചോദ്യം ചോദിക്കുന്നത് അർജുനൻ മാത്രമല്ല, അല്ലേ, നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് അർജുനൻ ഒരു ചോദ്യം ചോദിക്കുന്നത്. Okay. Although Krishna had no intention of confusing Arjuna by any jugglery of words, Arjuna could not follow the process of Krishna consciousness either by inertia or by active service. അപ്പൊ എന്താണ് പറയുന്നത്? ഭഗവാന്റെ ഇന്റൻഷൻ, ഉദ്ദേശം എന്തായിരുന്നു? അർജുനെ കൺഫ്യൂസ് ചെയ്യിക്കുന്നല്ല, അതല്ല. പല പല വാക്ക് കസറത്തൊക്കെ ചെയ്തിട്ട് അർജുനെ കൺഫ്യൂസ് ആക്കണം എന്നല്ല, അല്ല. പക്ഷേ അർജുനൻ ഇപ്പോഴും റെഡിയല്ല കൃഷ്ണ കോൺഷ്യസ്നെസ്സിന്. അതായത് ഒന്നും ചെയ്യാതിരിക്കാനും അതേപോലെ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെ വരും ഇതൊന്നും യാതൊരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് ഒന്നിനും തയ്യാറല്ല, ഏതിനും റെഡിയല്ല. അതുകൊണ്ട് ഭഗവാനോട് ചോദിക്കുകയാണ്, എന്താണ് ശരിക്ക് എനിക്ക് നന്മ കിട്ടുന്നത്, ആ ആക്ടിവിറ്റി എന്താണെന്ന് ഭഗവാനോട് പറഞ്ഞു തരാൻ പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, by his questions, he is clearing the path of Krishna consciousness for all students who seriously want to understand the mystery of the Bhagavad Gita. അത് അർജുനന് വേണ്ടി മാത്രമല്ല ചോദിക്കുന്നത്, വരാൻ പോകുന്ന തലമുറയ്ക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യങ്ങളാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. അത് നമുക്കൊക്കെ ഉപകാരം വരും. അപ്പൊ ജസ്റ്റ് ആ ശ്ലോകം മാത്രം വായിച്ചാൽ നമുക്ക് ഇതിന്റെ വല്ല പിടിയും കിട്ടും? ഇല്ല. ഇത് പ്രഭുപാദരുടെ കരുണ കൊണ്ടാണ് ഇതിന്റെ വേർഡ് ടു വേർഡ് മീനിങ്ങും ട്രാൻസ്ലേഷനും ഡീറ്റെയിൽ പർപ്പോർട്ടും തന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഇത് അർജുനന്റെ ചോദ്യം ആണെങ്കിലും കൂടി നമ്മുടെ ഓരോരുത്തരുടെയും ചോദ്യങ്ങളാണ് അതൊക്കെ. ഭഗവാൻ പറയുന്ന കർമ്മയോഗ, ജ്ഞാനയോഗ, ധ്യാനയോഗ, ഭക്തിയോഗ, എന്താണ് ഈ ഡിഫറെന്റ് പാത്ത്? എന്തിനാണ്? ഏതെങ്കിലും ഒരു യോഗ പറഞ്ഞാൽ പോരെ അത് ചെയ്യാൻ വേണ്ടിയിട്ട്? എന്തിനാ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്? അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെയും കൂടി ചോദ്യമാണ്, നമുക്ക് വേണ്ടിയിട്ട് അർജുനൻ ചോദിക്കുകയാണ്. അർജുനന് ആക്ച്വലി അർജുനതെല്ലാം അറിയുന്നതാണ്. പക്ഷെ അർജുനന്റെ മുമ്പില് ഒരു യോഗമായ കർട്ടനിട്ടു ഭഗവാൻ തന്നെ അർജുനനെ കൺഫ്യൂസ് ആക്കി. എന്നാൽ നമ്മുടെ ചോദ്യം അർജുനൻ ചോദിക്കും. നമുക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. ആക്ച്വലി അർജുനൻ ഒരു ശുദ്ധ ഭക്തനാണ് ഭഗവാന്റെ. എത്രയോ ജന്മമായിട്ട് അവർ ഒരുമിച്ച് വരുന്നുണ്ട്, അല്ലെ? പക്ഷെ ഈ സമയത്ത് നമ്മളുടെ ചോദ്യങ്ങളെ അർജുനെ കൊണ്ട് ചോദിക്കുകയാണ്. അർജുനന്റെ മുമ്പിൽ യോഗമായ കട്ടൻ അവിടെ വിരിച്ചു. അപ്പൊ അർജുനൻ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഇവിടെ ഉണ്ടായത്. ശ്രീ ഭഗവാൻ വാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ശ്രീ ഭഗവാൻ വാച
ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. റെസൈറ്റ് ചെയ്യാരെങ്കിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഇതിന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ. ശ്രീ ഭഗവാൻ പറഞ്ഞു, പാപരഹിതനായ അർജുന, തത്വജ്ഞാനപരവും അനുഭവമാത്രവുമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും ഭക്തിപൂർവം സേവനം അനുഷ്ഠിക്കുന്നവരും എന്നിങ്ങനെ രണ്ടു കൂട്ടരുണ്ട്. ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുകയെന്ന് ഞാൻ മുൻപ് പറഞ്ഞുവല്ലോ. Very good. The Supreme Personality of Godhead said, "O sinless Arjuna." എന്താണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്? പാപരഹിതനായ, അല്ലേ? എന്താണ് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ? പാപരഹിതനായ. ഓ സിൻലെസ് അർജുൻ. എന്താണ് ഭഗവാൻ അർജുനനെ പാപരഹിതനായ അർജുന എന്ന് വിളിക്കാൻ കാരണം? അതൊന്നും എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അർജുനനെ ഭഗവാൻ സംബോധന ചെയ്യുന്നത് ഓ സിൻലെസ്, പാപരഹിതനായിട്ടുള്ള ആള്. എന്താ നമ്മൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത്? അർജുനൻ അത്രയും പ്യുവറാണ്. യെസ്, അർജുനൻ അത്രയും പ്യുവറാണ്. പിന്നെ എന്തുകൊണ്ടാണ് കൺഫ്യൂഷൻ? അത്രയും പ്യുവറാണെങ്കിൽ അങ്ങനെ ഭഗവാൻ വിളിക്കുന്ന അതുകൊണ്ടല്ലേ? ഈ ഭയങ്കര കൃഷ്ണന്റെ അങ്ങനെയാണോ? എല്ലാം കൃഷ്ണനെ അർപ്പിച്ച് ചെയ്യുന്ന ആളാ. ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അർജുനൻ നമ്മളെ പോലെ കർമ്മം കൊണ്ട് ഇവിടെ എത്തിയ ആളല്ല. ഭഗവാന്റെ എറ്റേണൽ അസോസിയേറ്റ് ആണ് അർജുനൻ. നമ്മൾ വന്ന പോലെ കർമ്മഫലം കൊണ്ട് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ജനിച്ച ഒരാളല്ല അർജുനൻ. ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ ഭാഗഭാക്കാക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ ഇവിടെ ഭഗവാന്റെ കൂടെ ലീലയില് പങ്കെടുക്കാൻ വേണ്ടി വന്ന ഒരു ശുദ്ധ ഭക്തനാണ്. പാപകർമ്മം കൊണ്ട് ജനിച്ച ഒരു വ്യക്തിയല്ല അർജുനൻ. അല്ലെങ്കിൽ ഭഗവാൻ ഇങ്ങനെ അഡ്രസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെങ്ങനെ ആരെങ്കിലും അഡ്രസ് ചെയ്യോ? സിൻലെസ് സോൻസോ പറഞ്ഞിട്ട് ഭഗവാനാണ് അഡ്രസ് ചെയ്യുന്നത്. സുപ്രീം പേഴ്സൺ ഭഗവാൻ വാച്ച എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ശ്രീ ഭഗവാൻ വാച്ച എന്താണ് അവിടെ ശ്ലോകത്തിൽ പറഞ്ഞത്? ഒന്നുകൂടി നോക്കട്ടെ. ശ്രീ ഭഗവാൻ വാച്ച, അല്ലേ? അനഘ, ഓ സിൻലെസ് വൺ. അപ്പൊ ഭഗവാന്റെ നിത്യ പാർഷദാണ് അർജുനൻ. ഭഗവാൻ തന്നെ പറയണ്ട അർജുനോട്, അർജുന, എത്രയോ ജന്മത്തിൽ നമ്മൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്, നീ അത് ഓർക്കുന്നില്ല, ഞാൻ അതെല്ലാം ഓർക്കുന്നു. എന്തുകൊണ്ട് അർജുനൻ ഓർക്കുന്നില്ല? എന്തുകൊണ്ട് ഭഗവാൻ ഓർക്കുന്നു? എന്താണ് കാരണം? നോക്കട്ടെ, ആർക്കാ പറയാൻ പറ്റും നോക്കട്ടെ. അർജുനനും ഭഗവാൻ കൃഷ്ണനും ഒരുപാട് ജന്മത്തില് ഒരുമിച്ച് വന്നിട്ടുണ്ട്, ഒരുപാട് ലീലകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. നീ അത് ഓർക്കുന്നില്ല, ഞാൻ ഇതെല്ലാം ഓർക്കുന്നു. എന്തുകൊണ്ട് ഭഗവാൻ അത് ഓർക്കുന്നു? അർജുനൻ എന്തുകൊണ്ട് ഓർക്കുന്നില്ല? ഭഗവാനായതുകൊണ്ടിട്ട് എല്ലാം ഓർക്കുന്നു. ഭഗവാന്റെ കഴിഞ്ഞ ജന്മങ്ങളും എല്ലാ ജന്മങ്ങളും ഭഗവാൻ ഓർക്കും. അർജുനൻ ജീവാത്മാവായതിന്റെ പേരില് അർജുനൻ മറന്നു പോകുന്നു, ഭൗതികതയിലുള്ളതാണ്. ഹരിബോൾ. യെസ്, അർജുനൻ ജീവാത്മാവാണ്. അർജുനൻ അത് ഓർമ്മ ഉണ്ടാവില്ല, ഓർമ്മ കൊടുക്കില്ല. ആവശ്യമുണ്ടെങ്കിൽ ഓർമ്മ കൊടുക്കും.
ഭഗവാൻ എന്താണ് പറയുന്നത്? മതഃ സ്മൃതി ജ്ഞാനം അപോഹനം ച സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മതഃ സ്മൃതി ജ്ഞാനം അപോഹനം ച വേദേശ്ച സർവേർ അഹം ഏവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. മതഃ സ്മൃതി ജ്ഞാനം അപോഹനം. എന്നിൽ നിന്നാണ് സ്മൃതി മീൻസ് ഓർമ്മ, ജ്ഞാനം അറിവ്, അപോഹനം മറവി, ഇതെല്ലാം എന്നിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ വേണ്ട സമയത്ത് അർജുനന് ഓർമ്മയും കൊടുക്കും, മറവിയും കൊടുക്കും, എല്ലാം കൊടുക്കും. അത് ഭഗവാനോട് കൊടുക്കുന്നത്. കാരണം ഭഗവാന്റെ എറ്റേണൽ അസോസിയേറ്റ് ആണ് അർജുനൻ. അപ്പൊ ഈ സമയത്ത് മറവിയാണ് അവിടെ, എല്ലാം ഓർമ്മ കൊടുക്കില്ല. കാരണം വെച്ചാൽ മറവി, അങ്ങനെ മറവി കൊടുത്താണ് അർജുനൻ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ നമുക്ക് വേണ്ടി ചോദിക്കുള്ളൂ. ഭഗവാന്റെ ആഗ്രഹം അതാണ്. ഞാൻ പറഞ്ഞില്ല യോഗമായ കട്ടനിട്ടു എന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ വാച്ച, ഭഗവാൻ തന്നെ പറയുന്നത്, ഓ സിൻലെസ് വൺ, ഓ സിൻലെസ് അർജുന, പാപം ചെയ്യാതെ, പാപം ചെയ്തിട്ടെങ്കിൽ നമുക്ക് വീണ്ടും പുനരഭി ജനനം, പുനരഭി മരണം. ഇവിടെ അർജുനൻ അങ്ങനെ ജനിച്ച ഒരു വ്യക്തിയല്ല, ഭഗവാന്റെ അസോസിയേറ്റ് ആയിട്ട് ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കാൻ വേണ്ടി അവതരിച്ച ഒരു എറ്റേണൽ അസോസിയേറ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ സിൻലെസ് അർജുന എന്ന് പറയുന്നത്. I have already explained that there are two classes of men. രണ്ട് കാറ്റഗറിയിലുള്ള, രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. എന്താണ്? Who try to realize the self. അതായത് ആത്മാവിനെ, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. Some are inclined to understand it by empirical philosophical speculation. ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ ജ്ഞാനമാർഗത്തിലൂടെ എന്നെ അറിയാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നു. ആൻഡ് അതേഴ്സ് ബൈ ഡിവോഷണൽ സർവീസ്. മറ്റുള്ളവരെ ഭക്തി യോഗത്തിലൂടെ. മെയിനായിട്ട് രണ്ടെണ്ണമാണ്. ഒന്ന് ജ്ഞാനമാർഗം സ്വീകരിക്കുന്നു, മറ്റേ ആൾക്കാരെ ഭക്തിമാർഗം സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. So in the second chapter, verse 39, the Lord explained two kinds of procedures, namely Sankhya Yoga and Karma Yoga or Buddhi Yoga. About Karma Yoga and Varnal, Karma Yoga in Krishna consciousness, or it is Buddhi Yoga. Okay. So in this verse, the Lord explains the same more clearly. About ye ശ്ലോകത്തില് ഭഗവാൻ അതിനെ ഒന്നും കൂടി ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. സാഖ്യ യോഗ ഓർ ദ അനാലിറ്റിക്കൽ സ്റ്റഡി ഓഫ് ദ നേച്ചർ or spirit and matter is the subject matter for persons who are inclined to speculate and undergo things by experimental knowledge and philosophy. സാഖ്യ യോഗ എന്ന് പറഞ്ഞാൽ സാധാരണ ജ്ഞാനികളാണ് ഈ മാർഗം സ്വീകരിക്കുക. അനാലിറ്റിക്കൽ സ്റ്റഡി ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് മാറ്റർ. അതാണ് സാഖ്യ യോഗ മീൻസ് അനാലിറ്റിക്കൽ സ്റ്റഡി. അപ്പോൾ സ്പിരിറ്റിനെ പറ്റിയിട്ടും മാറ്ററിനെ പറ്റിയിട്ടും മനസ്സിലാക്കുക. എന്താണ് ഈ ശരീരം, അതെങ്ങനെ ഉണ്ടാക്കിയിരിക്കും, അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ബൈ എക്സ്പെരിമെന്റ് ആൻഡ് ലോജിക്. ഇതെങ്ങനെ പഠിക്കുന്നത്? എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ലോജിക്കിനോട് കൂടിയിട്ട് ഫിലോസഫിയൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ദ അതർ ക്ലാസ് ഓഫ് മെൻ work in Krishna consciousness as it is explained in the 61st verse of the second chapter. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് സാഖ്യയോഗ അല്ലെങ്കിൽ ജ്ഞാനമാർഗം, ഫിലോസഫിക്കൽ സ്പെക്കുലേഷൻ. മറ്റത് ഭക്തിയുത സേവനം. ഓക്കെ, കൃഷ്ണ വർക്ക് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ഓർ ബുദ്ധിയോഗ or ഭക്തി യോഗ. ഇത് രണ്ടും തമ്മിലുള്ള ആ നോളജിന്റെ, ആ അക്വയറിംഗ് നോളജിന്റെ വ്യത്യാസം എന്താണ്? ഒന്ന് സാഖ്യയോഗ അല്ലെങ്കിൽ ജ്ഞാനയോഗ, ഒന്ന് ബുദ്ധിയോഗ അല്ലെങ്കിൽ ഭക്തിയോഗ. ഇത് രണ്ടും എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? രണ്ടിന്റെയും ആ മെത്തേഡ് എന്താണ് അറിയാം? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? രണ്ട് തരത്തിലുള്ള ജ്ഞാനം, നോളജ് എക്വയറിയാണ്. ഓക്കെ, ഒന്ന് ബൈ എക്സ്പെരിമെന്റ് ആൻഡ് ലോജിക്, ഒന്ന് ഭക്തിയോഗം മുതൽ. അതിനെന്താണ് പറയുക ടെക്നിക്കലി? വാട്ട് ആർ ദ ടേംസ്?
ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എത്ര തരത്തിൽ നമുക്ക് നോളജ് കിട്ടും? ഏതാണ് ഡിഫറെന്റ് മെത്തേഡ്? അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്, ആരോഹണം അവരോഹണം, അല്ലേ? കേട്ടിട്ടുണ്ടോ ഈ ടേം? ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ്, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്, ഈ ടേംസ് വല്ലതും കേട്ടിട്ടുണ്ടോ? നിജി മാതാജി ആ പ്രഭുജി. കേട്ടിട്ടുണ്ടോ? ക്ലാസ്സിൽ പല തവണയും പറഞ്ഞിട്ടുണ്ടാണ്. രണ്ട് തരത്തിൽ നമുക്ക് നോളജ് അക്വയർ ചെയ്യാം. ഒന്ന് നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട്, അതാണ് ജ്ഞാനമാർഗം ഉപയോഗിക്കുന്നത്. എന്താണ്? സ്വന്തം എക്സ്പെരിമെന്റ്, നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്ത് നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നു. അതാണ് അസെൻഡിങ് നോളജ്. അതിനെ കാരണം ഇൻഡക്റ്റീവ് നോളജ് പറയും. അതിനെ എന്താണ്? ആരോഹണം എന്ന് പറയും സംസ്കൃതത്തിൽ. മറ്റേത് എന്താണ്? ഡിസെൻഡിങ്, ഡിഡക്റ്റീവ്, അവരോഹണം. എന്താണ് ഡിസെൻഡിങ് പറഞ്ഞാൽ? നമ്മള് ഒരു ആചാര്യന്മാരിൽ അതോറിറ്റീസിന് നമ്മൾക്ക് ആ നോളജ് കിട്ടുന്നു. ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടെ കിട്ടുന്ന നോളജിനാണ് ഡിസെൻഡിങ്. അപ്പൊ നമ്മള് പ്രയത്നം എടുക്കേണ്ട ആവശ്യമില്ല. ആൾറെഡി ഗുരു ആചാര്യന്മാര്, ഗുരു പരമ്പര ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് അത് നമുക്ക് പകർന്നു തരുന്നു. നമ്മളത് നമ്മുടെ താഴെയുള്ള കടയിലുള്ള ആൾക്കാർക്ക് പകർന്നു കൊടുക്കുന്നു. അങ്ങനെ ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടെ കിട്ടുന്ന ആ ഡിസെൻഡിങ് മെത്തേഡാണ് ഒരു ടൈപ്പ് ഓഫ് നോളജ്. മറ്റേത് അസെൻഡിങ്, ജ്ഞാനികള് ട്രൈ ചെയ്യുന്ന സ്വന്തം കഴിവുകൊണ്ട്, സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് റിസർച്ച് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അത് ആണ് അസെൻഡിങ് ടൈപ്പ് ഓഫ് നോളജ്. ക്ലിയർ ആയോ? ഇൻഡക്റ്റീവ് നോളജ് പറയും. മറ്റേത് ഡിസെൻഡിങ്, ആരോഹണം അവരോഹണം. ക്ലിയർ ആയോ? പ്രഭുജി ഡിസെൻഡിങ് ക്ലിയർ ആയില്ല പ്രഭുജി. ഡിസെൻഡിങ് പറഞ്ഞ താഴേക്ക് വരുന്നത് ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടെ. അസെൻഡിങ് അത് ഭക്തി മാർഗത്തിൽ കിട്ടുന്ന നോളജ്. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നമ്മൾ റിസർച്ച് ചെയ്ത്, നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത്, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് സ്വന്തം കഴിവ് കൊണ്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു. മറ്റേത് പഠിച്ച ആൾക്കാരെ, ഓതന്റിക് ആൾക്കാരെ നമുക്ക് പറഞ്ഞു തരുന്നു, നമ്മൾ അതേപോലെ അക്സെപ്റ്റ് ചെയ്യുന്നു. നമുക്കതിൽ തലവേദനയില്ല. അപ്പൊ ഏതാണ് ഈസി? ഡിസെൻഡിങ് അല്ലേ? നമ്മൾ ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടു ആ നോളജ്. ആൾറെഡി ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഉപനിഷത്തുകളും പുരാണങ്ങളും ഈ നോളജ് തന്നിട്ടുണ്ട്. ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. നമ്മൾ അതിനെ സ്പെക്കുലേറ്റ് ചെയ്തിട്ട്, അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ തലപൊള്ളിക്കേണ്ട ഒരു ആവശ്യമില്ല. രണ്ടും ജ്ഞാനമാണ്, രണ്ടും നോളജ് കിട്ടുന്നു. പക്ഷെ ജ്ഞാനമാർഗത്തിൽ they have to break their head, സ്പെക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് എന്താണ് ആചാര്യന്മാർ പറയുന്നത്, എന്താണ് ഭഗവത്ഗീത പറയുന്നത്, എന്താണ് ഭാഗവതം പറയുന്നത്, അക്സെപ്റ്റ് ചെയ്യാം ആസ് ഇറ്റ് ഈസ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. The other class of men work in Krishna consciousness as it is explained in the 61st verse of 2nd chapter. The Lord has explained also in the 39th verse that by working by the principles of Buddhi Yoga or Krishna consciousness, one can be relieved from the bonds of action. നമ്മുടെ കർമ്മത്തിൽ നിന്ന് മുക്തന്മാരാവും ബുദ്ധിയോഗ അല്ലെങ്കിൽ വർക്ക് കൃഷ്ണ കോൺഷ്യസ്നസ് ചെയ്യാമെങ്കിൽ. ആൻഡ് ഫർദർ മോർ ദർ ഇസ് നോ ഫ്ലോ ഇൻ ദ പ്രോസസ്. ഇതില് യാതൊരു ഫ്ലോ ഇല്ല. എന്താ ഫ്ലോ പറഞ്ഞാൽ മിസ്റ്റേക്ക്, എറർ ഇല്ല. ഏതില്? ഭക്തി മാർഗത്തില്. കാരണം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു അതോറിറ്റീസിനെ. ജ്ഞാനമാർഗത്തിൽ എന്താണ്? നമ്മളുടെ മനസ്സിന്റെ, നമ്മളുടെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോന്നിനും ഓരോ നിഗമനത്തിലും ചെന്നെത്തുന്നത്. ശരിയാവാം, തെറ്റാവാം, അതിൽ ഫ്ലോ ഉണ്ടാവും. കാരണം നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ കപ്പാസിറ്റി, നമ്മളുടെ ബുദ്ധിയുടെ കപ്പാസിറ്റി എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റേതിൽ ഫ്ലോ ഇല്ല, തെറ്റ് വരില്ല. ഒരു ആചാര്യനെ നമ്മൾ അനുഗമിക്കുമ്പോൾ, ഫോളോ ചെയ്യുമ്പോൾ, ഒരു ബോണഫൈഡ് ആചാര്യനാണെങ്കിൽ, സമ്പ്രദായത്തിൽ പെടുന്ന ആചാര്യനാണെങ്കിൽ, അദ്ദേഹത്തിനെ അനുഗമിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതിൽ തെറ്റില്ല. ആ ആചാര്യൻ എന്താണ് ഫോളോ ചെയ്യുന്നത്? ഗുരു സാധു ശാസ്ത്ര,
ഗുരു സാധുക്കളെ ഫോളോ ചെയ്യുന്നു, സാധു ശാസ്ത്രത്തിനെ ഫോളോ ചെയ്യുന്നു. അവിടെ സ്പെക്കുലേഷൻ വരുന്നില്ല, അവിടെ യാതൊരു ഫ്ലോ അല്ലെങ്കിൽ എറർ അല്ലെങ്കിൽ തെറ്റ് വരുന്നില്ല. മറ്റേത് തെറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്, കാരണം നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്പെക്കുലേഷൻ. So that is Buddhi Yoga is to depend entirely on the Supreme. അപ്പൊ നമ്മൾ ഇതിനെ പറയുന്ന ഈ നോളജിനെ നമ്മൾ എന്താണ് പറയുന്നത്, സംസ്കൃത ടേം എന്താണ്? അങ്ങനെ പരമ്പരാഗതമായിട്ട് ഗുരു ശിഷ്യ പരമ്പരമായിട്ട് ഭഗവാൻ എന്നാണ് അത് തുടങ്ങുന്നത്. ഇതിന്റെ ഉദ്ഭവസ്ഥാനം ഭഗവാനിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ കിട്ടുന്ന നോളജിനെ ഒരു പെർട്ടിക്കുലർ ടേമിൽ നമ്മൾ അറിയപ്പെടുന്നു. എന്താണ് ആ നോളജിനെ എന്താണ് പറയുന്നത്? അപൗരുഷേയ എന്നാണ് പറയുന്നത്. അപൗരുഷേയ, അതായത് മനുഷ്യരാൽ ഉണ്ടാക്കിയിട്ടുള്ള നോളജ് അല്ല, അത് ഫിലോസഫി അല്ല, ഭഗവാനിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ്. അതുകൊണ്ട് അങ്ങനത്തെ നോളജിനെ അപൗരുഷേയ എന്നാണ് പറയുന്നത്. ഇത് എൻറ്റയർലി നമ്മൾ ഭഗവാൻ കൃഷ്ണനിലും ഭഗവാൻ കൃഷ്ണന്റെ ഭക്തന്മാരിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പം വരില്ല, അതിൽ ഫ്ലോലെസ് ആയിരിക്കും. ആൻഡ് ഇൻ ദിസ് വേ ഓൾ ദ സെൻസസ് ക്യാൻ ബി ബ്രോട്ട് അണ്ടർ കൺട്രോൾ വെരി ഈസിലി. അങ്ങനെ നമ്മളെ അപ്രകാരം നമ്മൾ പോകുമ്പോൾ, ജീവിക്കുമ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം നമ്മളുടെ വശത്ത് കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത്. Therefore, both the yogas are interdependent. As religion and philosophy, religion without philosophy is sentiment or sometimes fanaticism, while philosophy without religion is mental speculation. അപ്പോൾ ഇത് ഇന്റർഡിപെൻഡന്റ് ആണ്, അതായത് റിലിജിയനും ഫിലോസഫിയും. ബ്യൂട്ടിഫുൾ ഫ്രേസ് ആണ് ഇവിടെ പ്രഭാത് പറഞ്ഞിരിക്കുന്നത്, കേട്ടോളൂ കൂടി. റിലിജിയൻ വിത്തൗട്ട് ഫിലോസഫി, അതായത് ധർമ്മം അല്ലെങ്കിൽ റിലിജൻ, സിദ്ധാന്തമില്ലാത്ത ആ റിലിജൻ എന്താണ്? സെന്റിമെന്റ്. അതിന് യാതൊരു വിലയില്ല, സെന്റിമെന്റ് ആണ്. നമ്മൾ ഈ സെന്റിമെന്റൽ എന്ന് പറയില്ലേ. ഓർ സംടൈംസ് ഫെനാറ്റിസിസം. എന്താണ് ഫെനാറ്റിസം? ഒരു ഭ്രാന്ത്, ശരിക്ക് കാര്യങ്ങൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ പറയുന്നു, എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ഭ്രാന്തന്മാർ, മതഭ്രാന്തന്മാർ. വൈൽ ഫിലോസഫി വിത്തൗട്ട് റിലിജൻ, സിദ്ധാന്തം ഉണ്ട് പക്ഷെ അവിടെ റിലിജൻ ഇല്ല, അതിനെ മെന്റൽ സ്പെക്കുലേഷൻ എന്ന് പറയുന്നു. സോ ബ്യൂട്ടിഫുൾ ഫ്രേസ്. So religion without philosophy is sentiment or fanaticism, while philosophy without religion is mental speculation. The ultimate goal is Krishna, because the philosophers who are also sincerely searching after the absolute truth come in the end to Krishna consciousness. Even ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരും at the end of the day they will come to Bhakti Marga. They have to. There is no other way. So this is also stated in the Bhagavad Gita. The whole process is to understand the real position of the self in relationship to the super self. അപ്പോൾ ഇതിന്റെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് എന്തിനാ? അതായത് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇത് എങ്ങനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാം എന്ന് അറിയുന്നതാണ്. അതാണ് ഈശ്വര സാക്ഷാത്കാരം, സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. So the indirect process is philosophical speculation by which gradually one may come to the point of Krishna consciousness. And the other process is directly connecting everything with Krishna. അപ്പൊ നമ്മൾ ഭക്തി മാർഗം എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി നമ്മൾ ഭഗവാനായിട്ടുള്ള ആ റിലേഷൻഷിപ്പ്. മറ്റേത് സ്ലോ ആൻഡ് ഗ്രാജുവൽ പ്രോസസ്സാണ് ജ്ഞാനമാർഗം. അവസാനം എത്തുന്നത് ഈ ഭക്തി മാർഗത്തിലാണേനും, ഇത് ആലോചിക്കണം. അപ്പോൾ ഡയറക്ട്ലി നമുക്ക് ഭക്തി മാർഗം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയാൽ പിന്നെ എന്തിനാ നമ്മൾ ആദ്യം KG ക്ലാസ് മുതൽക്ക് തുടങ്ങുന്നത്? അതൊക്കെ നമ്മൾ ഒരു കാലത്തിൽ ഏതൊക്കെ ജന്മത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അഡ്വാൻസ് ഭക്തി മാർഗത്തിൽ നമുക്ക് ആ പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. Okay. Of these two, the path of Krishna consciousness is better because it does not depend on purifying the senses by a philosophical. അപ്പോൾ ഈ രണ്ടിലും ജ്ഞാനമാർഗത്തിലും ഭക്തി മാർഗത്തിലും ഏതാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്? അത് ഭക്തി മാർഗം. Krishna consciousness is itself the purifying process, and by the direct method of devotional service, it is simultaneously easy and sublime.
അപ്പൊ കൃഷ്ണ കോൺഷ്യസ് ഭക്തിയുത സേവനം, ഈ ഭക്തി മാർഗം ഒരു പ്യൂരിഫൈങ് പ്രോസസ്സാണ്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇറ്റ്സ് എ ടോപ്പ് മോസ്റ്റ് പ്രോസസ്സാണ്. നമുക്ക് ആ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്താൻ പറ്റും എന്നാണ്. ഹരേ കൃഷ്ണ. Okay, so we'll stop here. Okay, അപ്പൊ നാലാമത്തെ 3 ശ്ലോകം എടുത്തു. 4ാമത്തെ ശ്ലോകമാണ് അടുത്ത ക്ലാസ്സിൽ. ഒന്ന് മാർക്ക് ചെയ്യൂ കേട്ടോ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. Okay, so